ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലായിടത്തും മഴയൊക്കെയാണ്, ഇവിടെയും മഴയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലുള്ള കുറച്ച് കാഴ്ചകളാണ്. വേറൊന്നുമല്ല, കുറച്ച് കൃഷിയും കാര്യങ്ങളും, കുറച്ച് അല്ലാത്ത കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യമേ തന്നെ ഞാൻ വീട്ടിലുള്ള കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ സാധാ മഞ്ഞപ്പൂവാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് രണ്ട് കോളാമ്പി പൂ നിൽപ്പുണ്ട്, മഞ്ഞക്കോളാമ്പി. ഇത് നമ്മുടെ കൊച്ചു മിറ്റമാണ്. എന്നിട്ട് ആ മിറ്റത്തുള്ളതനുസരിച്ച് നമ്മൾ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കപ്പ, അതുപോലെ തന്നെ ഇന്ന് വെണ്ടയുണ്ട്, കാച്ചിലുണ്ട്, ചേനയുണ്ട്, ഇതിനുണ്ടല്ലേ. പിന്നെ വേണ്ട ഓമര, വേണ്ട ഓമയ്ക്ക് ആവശ്യം പോലെ ഉണ്ട്. അതുപോലെ തന്നെ വേണ്ട ഇത് കണ്ടല്ലോ, ഇതാണ് ഏറ്റവും, ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയ തകരയിലെന്ന് പറയും. ഔഷധ ഗുണമുള്ള, ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടാണ് കേട്ടോ. നമുക്കിത് തോരനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. കാൽസ്യത്തിന് അതുപോലെ തന്നെ മറ്റു അസുഖങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വഴുതനങ്ങ, അതിൻ്റെ നമ്മുടെ ആവശ്യം പോലെ ഇതിൻ്റെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ പരിപാടിയല്ല, ഇതൊക്കെ അമ്മയുടെ കൃഷിയൊക്കെയാണ് കേട്ടോ. നമുക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല. അങ്ങോട്ടും ഉണ്ട് കേട്ടോ, കപ്പയും ചേനയൊക്കെ തന്നെ അങ്ങോട്ടും ഉണ്ട്. എൻ്റെ തകരയില്ല കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നുണ്ട് കാന്താരി, ഇതുണ്ട് കണ്ടില്ലേ, മുളക്. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഉണ്ട് വഴുതനങ്ങ, കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ചേമ്പ്, അതെൻ്റെ പാവല്, അങ്ങനെ ഒട്ടുമിക്ക നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എൻ്റെ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മൾ പറഞ്ഞ കൃഷി സ്ഥലത്തോട്ട് പോവാം. ഓക്കെ. അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കാഴ്ചകളെ കാണിക്കാൻ ഞാൻ മറന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെറൈറ്റി ചെടികളാണ്. ഇതെന്നാ എല്ലായിടത്തും കാണും, അപ്പുറത്തും ഉണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ ഇവിടെ ഉണ്ട്, ഈ സൈഡിലുണ്ട് കണ്ടോ, പച്ചമുളകൊക്കെ ഉണ്ട് ആവശ്യം പോലുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ വലിയ കാര്യം പറയുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലല്ലോ ഓൾറെഡി ഇത് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന കൃഷിയാണ്. ചെയ്യാൻ അതുകൊണ്ട് ഇത് കണ്ട് മുള്ളാത്ത കേട്ടോ, ഇപ്പം വന്നിട്ടുണ്ടല്ലേ മുള്ളാത്ത ഒരുപാട് ഔഷധ ഗുണമുള്ളതാണേ. അതുപോലെ തന്നെ എൻ്റെ പൊന്നാരി വീരൻ, നെല്ലി കായ്ച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇവിടെ എൻ്റെ കൃഷി, ഇഞ്ചി കൃഷി, അങ്ങനെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ മുരിങ്ങ കണ്ടില്ലേ, അയ്യോ മുരിങ്ങയുണ്ട്. പിന്നെ അതിൻ്റെ ഇതാണ് നമ്മുടെ മുക്കുറ്റി, അല്ലെ നിലന്തെങ്ങെന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ഔഷധ ഗുണമുള്ളത് കേട്ടോ. നമുക്ക് ഒരുപാടുപേർക്കൊന്നും അറിയത്തില്ല ഇന്ന ഔഷധം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ആർക്കറിയത്തില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രഷറിന്, ദേഹത്തുവേദനയ്ക്ക് ഏറ്റവും ബെറ്റർ സാധനമാണ് ഇത് മുക്കുറ്റി. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത് കാണാനില്ല. അതുപോലെ തന്നെ ചീര, ഇവിടെ നിന്ന് മാങ്കുസിയൊക്കെ വീണ് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് പറിച്ചായിരുന്നു കേട്ടോ. പിന്നെ കൊണ്ട് അവിടെ കണ്ട് കണ്ടില്ല, പഴുത്ത് നിൽപ്പുണ്ട്. പറിക്കണം, മഴയായതുകൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല. താഴെയൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ പോയി പറിക്കൊണ്ട് വരാം. ഞാൻ അതിൻ്റെ ഈറയൊക്കെ എടുത്തു, അവിടെ പഴുത്ത് നിൽക്കുന്നതൊക്കെ പറിക്കണം. എവിടെ കിട്ടിപ്പോയി. ഓ, അത് താഴെ വീണു. ഓക്കെ, അപ്പൊ അത് പറിച്ചു. ഇതെല്ലാം നേണ്ട പഴുപ്പായി വരുന്നേ ഉള്ളൂ. ചിലതൊക്കെ നേരത്തെ അണ്ണം വന്ന് കടിച്ചിട്ടേ, ഇതൊക്കെ തന്നെ എനിക്ക് അണ്ണം കടിച്ചെന്ന് കേട്ടോ. അണ്ണം വന്ന് കടിച്ച് ഒരു പരുവാക്കി വെക്കും. പച്ചക്കായി ഈ മലയണ്ണ പറിച്ചുകൊണ്ട് പോകുന്നത്, അതിൻ്റെ എന്ത് കിട്ടിയാലും പുളി, റംബൂട്ടാന, മാങ്കുസി എന്ത് കിട്ടിയാലും ഈ മലയണ്ണം വന്ന് കഴിക്കും. ഭയങ്കര ശല്യ. ഇത് മുള്ളാത്തയാണേ. മുള്ളാത്തയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ പിന്നെ നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ അങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എൻ്റെ കരിയാപ്പിലൊക്കെയാണ്. പിന്നെ എൻ്റെ ജാതിക്ക,
ജാതിക്ക എല്ലാം മലയാളം വന്ന് അടിച്ചുകൊണ്ട് പോയി, ഒന്നും നിൽപ്പില്ല. ഇവിടെ നിൽപ്പുണ്ട്, അതുകൊണ്ട് അവിടെയും മാങ്കോസ് നിൽപ്പുണ്ട്. പിന്നെ റംബൂട്ടാൻ ഈ പ്രാവശ്യം മുറിച്ച് കേട്ടോ. പെരയുടെ മണ്ടയ്ക്ക് കൂട്ടി ഇങ്ങനെ വീട് വരാം. അതുകൊണ്ട് റംബൂട്ടാൻ എല്ലാം മുറിച്ചു. ഫുള്ള് മുറിച്ചില്ല, കുറച്ച് കമ്പ്. ജാതിക്ക ഇല്ല, ജാതിക്ക സാധാരണ ഉണ്ട്, നിൽപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ട് കണ്ടോ, ഒരു കാർ നിൽപ്പുണ്ട്. ഇത് വേണ്ട, ഇത് വിളഞ്ഞതല്ല, വേണ്ട, ബാക്കിയെല്ലാം അണ്ണാൻ തിന്നു. ഇത് കണ്ട് കോലിഞ്ചിയും താഴെ റബ്ബറാണ്, വീണ്ട താഴെ റബ്ബറാണ്. വെട്ടുന്നൊന്നുമില്ല ഇപ്പം, ഇങ്ങനെ വെറുതെ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കോലിഞ്ചിയുണ്ട്, കോലിഞ്ചിയും കമുങ്ങും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയായതുകൊണ്ട് എല്ലായിടത്തും കാട് കയറി കിടക്ക്. മഴയാ മാത്രമല്ല, എന്തോ കാറ്റാണ്, എന്നെയാ കാറ്റ്. ഇതുണ്ടല്ലയോ റബ്ബറൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ, ഇതുപോലെ എന്നെയായ കാറ്റാ. നമുക്ക് മഴയെ അല്ലെങ്കിൽ അങ്ങനെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കാറ്റ് എൻ്റെ പൊന്നോ, ശരിക്കും പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാറ്റാ. മഴയൊന്നും അത്ര സീനില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ തോട്. അത്യാവശ്യം വെള്ളമൊക്കെ കഴിയുക. ഞാൻ ഒരുപാട് നാളൊക്കെ ശേഷം ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഈ വയ്യാതായത് പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ല. അതേണ്ട. കൂട്ടുകാരെ, അന്നേരം ഇതൊക്കെയാണ് എൻ്റെ വീടിന് ചുറ്റുപാടുമുള്ള മനോഹരമായ കുറച്ച് കാഴ്ചകൾ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഗ്രാമീണമായിട്ടുള്ള പശ്ചാത്തലമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരെ ഹൈപ്പ് കൂടെ ചെയ്യണം. അന്നേരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അന്നേരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.